സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഈ വാർത്താ സമ്മേളനം ചേരുന്നത്. എല്ലാ മേഖലയിലും ജനപക്ഷ വികസനം സാധ്യമാക്കി നവകേരള സൃഷ്ടിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയും 62 ലക്ഷം പേർക്ക് 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുകയും 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയും ലൈഫിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയും പാവങ്ങളെ സർക്കാർ ചേർത്ത് പിടിച്ചു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്തിന് മാതൃകയാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കി. 4 ലക്ഷത്തോളം സംരംഭകരെ നമുക്ക് കണ്ടെത്താനായി കഴിഞ്ഞ 5 വർഷം കൊണ്ട്. PSC നിയമനത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ സാധിച്ച PSC നിയമനം നൽകിയത് കേരളത്തിലാണ്. പവർ കട്ടില്ലാത്ത 10 വർഷം ഇടതുപക്ഷം കേരളത്തിന് സമ്മാനിച്ചു. അസാധ്യമാണെന്ന് കരുതിയ ദേശീയപാതാ വികസനവും ഗേൽ പദ്ധതിയും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടലിന്റെ ഫലമായി നമുക്ക് നേടാൻ സാധിച്ചു. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും വയനാട് തുരങ്കപ്പാതയും എല്ലാം പുരോഗമിച്ച് വരികയാണ്. കോവിഡും ഓഖിയും പ്രളയവുമെല്ലാം വന്നപ്പോൾ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. ദുരന്ത നിവാരണത്തിന് ലോക മാതൃകയായി ഇപ്പോൾ വയനാട്ടിൽ മാതൃകാ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 2016-ലും 2021-ലും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ തുടർച്ച 2026-ലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നവകേരള സൃഷ്ടിക്ക് ശക്തി പകരാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ സർക്കാരിനും എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പൊതു സ്വാതന്ത്ര്യം ഉൾപ്പെടെ പൊതുവായിട്ട് പരിശോധിച്ചാൽ വർഗീയതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയതയും സംഘർഷവും ഇല്ലാതെ സമാധാനപരമായ ജീവിതം കേരളത്തിന് നൽകാൻ നമുക്ക് സാധിച്ചു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLA-മാർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരി അസംബ്ലിയിലെ മാഹി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PB തീരുമാനിച്ചത്. PB അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. തികച്ചും ജനാധിപത്യ രീതിയിലാണ് CPIM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ സാധ്യതാ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശകലനം ചെയ്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. ഈ പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് ഇതിനുശേഷം ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഔദ്യോഗികമായി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത്.